എക്സാംസിന്റെ ജാനുവരി അറ്റംപ്റ്റ് കഴിഞ്ഞില്ലേ? പാസ്സായവരുണ്ടാവും, ഫെയിൽ ആയവരുണ്ടാവും. അടുത്ത അറ്റംപ്റ്റിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ കഴിഞ്ഞ എക്സാമിന് ഞാൻ എങ്ങനെയാണ് പെർഫോം ചെയ്തതെന്ന് എനിക്ക് അറിയണം. എന്നാലേ എനിക്ക് അടുത്ത അറ്റംപ്റ്റിൽ എന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്കൊരു സെൽഫ് അനാലിസിസ് വേണം. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. അല്ലെങ്കിൽ ഒരു പേപ്പറിൽ ഞാൻ ഇത്ര മാർക്ക് അല്ല എക്സ്പെക്ട് ചെയ്തത്, എനിക്ക് ഇതിൽ കൂടുതൽ മാർക്ക് വേണമായിരുന്നു, ഇതിൽ കൂടുതൽ ഞാൻ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ എങ്ങനെ ICAയിൽ നിന്ന് സർട്ടിഫൈഡ് ആൻസർ ഷീറ്റ്സ് എടുക്കാം, ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് RTI ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യണം. ഇത് നമ്മൾ ഗൂഗിളിലോ ക്രോമിലോ ഒക്കെ പോയിട്ട് RTI ഓൺലൈൻ സെർച്ച് ചെയ്താൽ നമുക്ക് ഈ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരും. ഈ വെബ്സൈറ്റിൽ നമ്മൾ സബ്മിറ്റ് റിക്വസ്റ്റ് പ്രസ് ചെയ്യാം. ഇത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു റിക്വസ്റ്റ് ഫോം ഓപ്പൺ ആയി വരും. ഈ വരുന്ന റിക്വസ്റ്റ് ഫോമിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ മുന്നിൽ ഓപ്പൺ ആവുന്ന റിക്വസ്റ്റ് ഫോം ഏകദേശം ഇങ്ങനെയായിരിക്കും. ഈ റിക്വസ്റ്റ് ഫോമിൽ ആദ്യം നമ്മളടുത്ത് മിനിസ്ട്രി ആണ് ചോദിക്കുന്നത്, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആണ്. പിന്നെ പബ്ലിക് അതോറിറ്റി ആണ് ചോദിക്കുന്നത്, പബ്ലിക് അതോറിറ്റി ഓഫ് കോഴ്സ് ICAI ആണ്. ശേഷം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. അതിൽ ഇമെയിൽ ID, നെയിം, ഫോൺ നമ്പർ, അഡ്രസ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ഇമെയിൽ ID നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് എൻ്റർ ചെയ്യണം, ബിക്കോസ് ഇറ്റ് മസ്റ്റ് ബി അക്യുറേറ്റ്. കാരണം നമ്മുടെ ഈ ആൻസർ ഷീറ്റ്, ഈ സർട്ടിഫൈഡ് ആൻസർ ഷീറ്റ് നമ്മുടെ ഇമെയിൽ ID വഴിയാണ് നമുക്ക് കിട്ടുക. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഇമെയിൽ ID, ഫോൺ നമ്പർ, അഡ്രസ്, നെയിം, ജെൻഡർ, സിറ്റിസൺഷിപ്പ് ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഫുൾഫിൽ ചെയ്ത് താഴത്തോട്ട് എത്തുമ്പോൾ ആപ്ലിക്കേഷൻ ചോദിക്കും. അവിടെ അപ്ലോഡ് ചെയ്യേണ്ട ആപ്ലിക്കേഷന്റെ ഫോർമാറ്റ് നമ്മൾ കോമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ആ ഫോർമാറ്റിൽ നമ്മുടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള നമ്മുടെ പേര്, നമുക്ക് ഏത് പേപ്പറാണോ വേണ്ടത് അതൊക്കെ ഫിൽ ചെയ്ത ശേഷം അത് അപ്ലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്തതിന്റെ താഴെ നമ്മളടുത്ത് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ചോദിക്കും. സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിട്ട് നമ്മുടെ അഡ്മിറ്റ് കാർഡ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അതിനുശേഷം പേയ്മെന്റ് ഓൺലൈൻ ആയിട്ട് ചെയ്ത ശേഷം നമുക്ക് സബ്മിറ്റ് പ്രസ് ചെയ്യാം. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു OTP വരും. അതോടെ നമ്മുടെ വെരിഫിക്കേഷൻ കംപ്ലീറ്റഡ് ആണ്.